നാളെ അതേപോലെ ബിരിയാണി വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടാവും. അതും പ്രശ്നമാണ്. നാളെ ബിരിയാണി വെക്കാൻ പറഞ്ഞാല് ഇനി ഇന്ന് വെച്ചു, ഒരു ട്രിപ്പ് വെച്ചു എന്ന് വെച്ചോ, ഒരു ട്രിപ്പ് വെച്ചു, അതേ ആളോട് വീണ്ടും വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ദേഷ്യം വരും. അത് അടുത്തൊരു വലിയ പ്രശ്നമാണ്, നമ്മൾ അഭിമുഖീകരിക്കുന്ന അടുത്തൊരു പ്രശ്നമാണ്. ഈ വെച്ച ആളുടെ ബിരിയാണി നമ്മുടെ നാട്ടിൽ ജനറലായിട്ട് നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു ബിരിയാണി കഴിച്ചാല് നല്ലൊരു ക്വാളിറ്റി ഒരുക്കി കിട്ടിയ അതേ കുക്കിനെ കൊണ്ട് തന്നെ വെപ്പിച്ച പിന്നെ അത് അതേപോലെ കിട്ടിക്കോണമെന്നില്ല. ഒരു ലക്ക് പോലെയാണ്, അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, പരമാവധി അതിന്റെ ജോലികൾ മുഴുവൻ കുറച്ച് 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 കംപ്രസ് ചെയ്തിട്ട്, ഇപ്പോ ഒരു കുട്ടി പ്രഗ്നന്റ് ആയി പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാലാണ് ശരിക്കും അതിന് കാഴ്ച ഉണ്ടോ കേൾവി ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അതുപോലെ അറിയില്ല. പക്ഷെ നമ്മളുടെ ബിരിയാണിക്കുള്ള ഒരു പ്രത്യേകത, ബിഫോർ ഇത് ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇൻഷാ അല്ലാഹ് വേറെ പ്രത്യേകിച്ച് അശ്രദ്ധ ഇല്ലെങ്കിൽ ഈ ബിരിയാണി എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാം. അതാണ് നമ്മളുടെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ പടച്ചവൻ നമുക്ക് തന്നൊരു അനുഗ്രഹത്തിൽ നിന്ന് കിട്ടിയ കാര്യം. അത് കട്ട് ചെയ്തിട്ട് വേണ്ടി കൊടുക്കണം.